അന്ന് വന്നിപ്പോൾ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക്. എന്തോ ചെയ്യാനാ, ഭയങ്കര മഴയും തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ എണീച്ച പാടെ ഞാനൊരു കട്ടൻ ചായ ഇതങ്ങ് തിളപ്പിക്കാൻ വെച്ച് കേട്ടോ. പനിയായതുകൊണ്ട് ഇപ്പോൾ തൊണ്ടയ്ക്ക് എന്തോ ഇറിറ്റേഷൻ പോലാണ്. അത് കഴിഞ്ഞ് കുഞ്ഞിന് ഇന്ന് കപ്പലണ്ടിയുടെ ചമ്മന്തി മതി എന്ന് പറഞ്ഞ് ഞാനാണെങ്കിൽ ഇന്നലെ കപ്പലണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ. അത് കുപ്പിക്കകത്തിലൊന്നും ഇട്ട് വെച്ചില്ല കേട്ടോ. അന്നേരം അതൊന്ന് ചൂടാക്കാൻ വെച്ചേക്കുവാണ്. സാമ്പാറായിരുന്നു എനിക്കിഷ്ടമേ. സാമ്പാറിനോടുള്ള ഇഷ്ടം കൂടിയത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അതായി തേങ്ങയുടെ കാര്യം ഓർത്തിട്ടാണ്. തേങ്ങയ്ക്ക് ഇപ്പോൾ ഇവിടെ പൊന്നും വിലയാണ്, അതുകൊണ്ടാണ് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ചമ്മന്തി അരയ്ക്കണ തേങ്ങ വേണമല്ലോ. അങ്ങനെ പൊട്ടിച്ച തേങ്ങ എല്ലാം കൂടെ അങ്ങ് തിരുമ്മി അങ്ങ് ബോക്സിനകത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് എടുത്താൽ മതിയല്ലോ. പിന്നെ എനിക്ക് തേങ്ങ തിരുമുന്നത് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ ചിരവേല ഇതാണെങ്കിൽ സ്ക്രൂ ഇങ്ങനെ ഇളന്നിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ആടിയാണ് ഇരിക്കുന്നത്. ഇങ്ങനെ മുഴുവൻ തേങ്ങയും തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിനകത്തോട്ട് കപ്പലണ്ടിയും വെളുത്തുള്ളി ഇഞ്ചിയും കൊച്ചുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് പേസ്റ്റ് പോലെ നരച്ചെടുക്കണം. കുഞ്ഞിനാണ് ഈ ചമ്മന്തിയാണ് ഇഷ്ടം, അല്ല തേങ്ങ മാത്രം വെച്ച് അരയ്ക്കുന്നത് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചമ്മന്തിക്കെല്ലാം അരച്ചെടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കടുക് താളിക്കുവാണ്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞതിൽ ഒരുപാട് ടൈമായിന്ന്. എന്നിട്ട് വേണം ഇനി കുഞ്ഞിനെ എനിക്ക് വിളിച്ചുണർത്തിയിട്ട് അവനും ചായ കൊടുക്കണം. അവനും പനിയുണ്ട് കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരിയും കൂടെ അങ്ങ് ഇടുന്നുണ്ട്. ഇങ്ങനെ അരിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ദോശ ഉണ്ടാക്കുവാണ്. ദോശ ഞാൻ ലാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ചൂടോടെ ഇരിക്കുമല്ലോ, ദോശ ചൂടോടെ കഴിക്കുന്നതാണല്ലോ ഒരു ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ ദോശയും കൂടെ അങ്ങ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. ഞാൻ കഴിഞ്ഞ് പിന്നെ കുഞ്ഞിനെ റെഡിയാക്കി പയ്യെ അങ്ങ് സ്കൂളിലോട്ട് പോയപ്പോൾ ബസ്സിലെ പിള്ളേരൊക്കെ ഇങ്ങനെ വന്നതേ ഉള്ളൂ കേട്ടോ. ബസ്സിൽ വരുന്ന പിള്ളേർ അന്നേരത്തേക്ക് സ്കൂൾ കണ്ടപ്പോൾ കുഞ്ഞിനൊരു സന്തോഷമായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു എൻ്റെ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ.